ഹലോ ഗൈസ്, ഇന്നാണെങ്കിൽ ഞാൻ കളിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഏത് കളിക്കാം, ഫിഫ സൂപ്പർ സോക്കർ എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. ഇത് റോബ്ലോക്സിലാണ്. നല്ലൊരു ഗെയിം തന്നെയാണ്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് കളിക്കും. പിന്നെ ഇത് നല്ല ദേഷ്യം വരും ഇത് കളിക്കുമ്പോൾ. കാരണം നമുക്ക് ഒന്നും അടിച്ചിടാൻ പറ്റൂല, പക്ഷെ അവർ ഭയങ്കര ഇതായിട്ടൊക്കെ അടിക്കും. നമുക്ക് നല്ല ദേഷ്യം വരും ഇത് കളിക്കുമ്പോൾ. എൻ്റെ സൗണ്ട് സെറ്റിങ്സ് സൗണ്ട് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫെച്ചിങ് സെർവേഴ്സ് പ്രാക്ടീസ് ക്യാൻ ഇംപ്രൂവ് യുവർ ഗെയിം. ഇത് എന്ന് വെച്ചാൽ നമ്മളുടെ അവതാർ ഗെയിമിൽ നല്ല ഹൈറ്റ് ആണെങ്കിലും, പക്ഷേ ഇതിൽ ഹൈറ്റ് കുറവാണ്. അതുമില്ല, ഇതിൽ നമുക്ക് വേറെ ആക്സസറീസുകൾ വാങ്ങാൻ പറ്റും. ഇത് എന്നെ കണക്കത്തെ കുറേ ഞാനുകളുണ്ടല്ലോ ഇവിടെ. ദാണ്ടേ ഇരിക്കുന്ന ടോക്സിക് മൂട്ട കൊള്ളാമല്ലോ. ഇത് ഏതെടുക്കട്ടെ ഞാൻ? ഇവിടെ സി എഫ് നല്ലൊരു ഭാഗമാണ്. നമ്മൾ എന്നൊന്ന് തോന്നുന്നു ബൊക്ക ജൂനിയേഴ്സ് ആണെന്ന് തോന്നുന്നു ഞാൻ എടുത്തത്. എനിക്ക് ഏതെന്ന് അറിയാൻ വയ്യ. ഇതൊരു അൽഫാന്തി ഫുൾ മാന്തിരിയാണ്. അതെങ്ങനെ എൻ്റെ കണ്ട, ഇത് ദൂരെ നിന്നൊക്കെ വന്ന് നമ്മളേന്ന് എടുത്തുകൊണ്ട് പോകും. അത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണോ, അതിന് ബഗ് വല്ലതുമാണോ, ഇതിലാണോ എന്തോ ഒരുത്തെ എൻ്റെ നിന്ന് ഗോള് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി അടിച്ചിട്ടുണ്ട്. വിഷമം. അവൻ 28 ലെവലാണ്. അവൻ ഭയങ്കര ഇതാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ ദൂരോട്ട് പോവാം. അടിച്ച് കയറ്റിയിട്ട്, പക്ഷേ അങ്ങോട്ട് ഗോളിൻ്റെ ഭാഗത്തോട്ട് മാത്രം പോയില്ലെന്ന് മാത്രം. ഏതോ ഗോൾ കീപ്പർ അല്ലേടെ ഏതോ അവിടെ ഇരിക്കുന്ന. ഞാൻ ഏതൊക്കെ ബട്ടണിൽ നിൽക്കണം? ഞാൻ ചുമ്മാ അത് എനിക്ക് തന്നെ അവൻ ബോൾ എറിഞ്ഞേക്കണ്. നല്ല ഗോളിയാണ് കേട്ടോ. ഗുഡ് GK, നല്ല GK ആണ്. കാരണം അവൻ എനിക്ക് തന്നെ ബോൾ പാസ് ചെയ്ത് തന്ന്. എതിർ ടീമാണെന്നൊന്നുമല്ല അവൻ ചിന്തിച്ച്. നന്മയുള്ള ലോകം. യെസ്, അങ്ങനെ അതും എൻ്റെ ഒരു ടീംമേറ്റ് അടിച്ചിട്ടുണ്ട്. റൽജ എൻ്റെ അമ്മ 82 ലെവല്. ഞാൻ അവിടെ 12 ആണ്. ഞാൻ 12 10 കള്ളക്കളി. അത് ഇവിടുന്ന് കൊണ്ടുപോയാതെ. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, അങ്ങനെ കൊണ്ടുപോകുമെന്ന് ഗോള്. കുഴപ്പമില്ല. ഇവിടുന്ന് ഗോൾ കീപ്പർ ഗോളി സേവേജ് എറിയൂ ഗോളി. അത് വേറെ. അയ്യോ, അതവൻ തന്നെ ഗോളി പിടിക്കും. ഗോൾ കീപ്പറിനൊന്നും ഒന്നും അറിഞ്ഞൂടെ. ഇനിയും ഗോൾ കീപ്പറുകളുണ്ട്. ഞാൻ തിരി ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ സ്റ്റാമിന കുറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റാമിന നല്ല കുറവാണ്. ആരെ ഇതിലോട്ട് അടിച്ചിട്ടുണ്ട്. ആരാണ് അത്? എന്തായാലും നമ്മളെ ടീം തന്നെ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് നമ്മളെ ടീമാണ്. അത് ഞാൻ അടിച്ചാണ്. ജസ്റ്റ് ഒന്ന് തൊട്ടത് നേരെ ഗോൾ കയറിപ്പോയി. വെറും 4 മിനിറ്റാണ്ടേ ഇത് ഈ ഗെയിം ഉള്ളൂ, ഒരു മാച്ച്. പക്ഷേ എപ്പോഴും മാച്ച് ഉണ്ട്. ഐ സ്പോക്ക് വെരി സൂൺ. അത് കുഴപ്പമില്ല. വീണ്ടും ഗോളി. എവൻ്റെ ഗോളി സേവേജ്. ഞാൻ എവിടെയൊക്കെ ഇട്ട് ഏതൊക്കെ ബട്ടണിൽ അതൊന്നും ഗോളാവണതും ഇല്ല. അടിച്ച് കയറ്റാനും പറ്റും. നല്ല സ്റ്റക്കുണ്ട് കേട്ടോ, ലാഗുണ്ട്.
നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന്. ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ. കാരണം ജമ്പ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ ഇത് സ്റ്റാമിന കുറയും. ഒരു ജമ്പിന് നല്ല സ്റ്റാമിന കുറയും. ഒരു 5 സെക്കൻഡോളം ഓടണ സ്റ്റാമിനയാണ് ഒരു ജമ്പിൽ കുറയണം. അവ അവിടെ അടിച്ച് ഇങ്ങെത്തി ബോള്. നീ ബഗ്ഗാണാ അതായത് എൻ്റെ നെറ്റ്വർക്കിൻ്റെ കുഴപ്പമാണ്. എന്തേരായിരുന്നാലും നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കാല് പൊക്കിയതാണ് അടിക്കാൻ വേണ്ടി. 3 പേരുണ്ടോ കളിക്കാൻ? 3 പേരുണ്ട്. ഞാൻ അടിച്ചില്ല ഞാൻ. അതിരി എൻ്റെ ടീംമേറ്റ് തന്നെ എൻ്റെ ബോള് കട്ടെടുത്ത്. അവൻ അടിച്ച് കേട്ടാ. ഇവൻ ഭയങ്കര ലെവലപ്പഡാണ്. ഇവൻ 28ആണ്. പക്ഷെ എൻ്റെ ടീമിലുള്ളവൻ 82 അങ്ങനെ എത്ര ഉണ്ട്. പക്ഷെ അവന് ഒന്നും ഇതുവരെ അടിക്കാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല. അങ്ങോട്ട് പോയി. എൻ്റെ ടീം അവിടെയാണ്. അപ്പം ഇനി ഇങ്ങോട്ട്. അയ്യേ ഞാൻ അടിച്ചല്ലേ അത്. ഞാൻ അടിച്ചാണത്. പോ എൻ്റെ സ്റ്റാമിന വീണ്ടും തീർന്നു. ഇങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ സ്റ്റാമിന കുറഞ്ഞപ്പോൾ എൻ്റെ പുറത്തുനിന്ന് വിയർപ്പ് ഇങ്ങനെ വേണം. ഫുൾഹാം എന്ന അവർ 4 ഗോളും ബൊക്ക ജൂനിയേഴ്സ് 7 ഗോൾസ് അടിച്ചിട്ടുണ്ട്. അയ്യോ വീണ്ടും എന്നെ ഒന്ന് സ്റ്റീൽ ചെയ്താ. ഗോൾ കീപ്പർ എൻ്റെ അടുത്ത് നിന്ന് അത് ഞാൻ ഇപ്പോൾ മുമ്പ് ഒരിക്കൽ കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ബഗ്ഗാണ്. ബഗ്ഗ് എന്നെ എന്തിനാണ് അവൻ്റെ ഫ്രണ്ട് അത് അവൻ്റെ ടീമല്ലായിരുന്നല്ലേ. ഞാൻ മുമ്പ് ഒരിക്കൽ കണ്ടുപിടിച്ചൊരു ബഗ്ഗായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഗോളിയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവരങ്ങോട്ട് ത്രോ ചെയ്ത് കൊടുക്കണം. ആ ബോൾ നമുക്ക് എടുക്കാൻ പറ്റും. അത് ഞാൻ കണ്ടുപിടിച്ച ബഗ്ഗാണോ എന്തോ സംഭവം. എന്തരായിരുന്നാലും അത് നല്ല ഇതായിരുന്നു. അവരെ അടിക്കണം നമുക്ക് കിട്ടും. അതാണ്. പക്ഷെ അവരെ തൊട്ട് ഫ്രണ്ടിൽ പോയിക്കണം. എന്നാല് ബഗ്ഗാണോ ഇവ എന്തിനവിടെ ചെയ്തോണ്ടിരിക്കണ. ഞാൻ ഗോൾ കീപ്പർ ആവാൻ പോണം. 6 ആണ്. ബൊക്ക ജൂനിയേഴ്സിന് 7ഉം അവർക്ക് 6ഉം. പക്ഷെ തിരിഞ്ഞായിരുന്നെങ്കിൽ 6 ആണ് അങ്ങനെ. ഓക്കെ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് 7-6 എന്ന് വായിക്കാൻ പറ്റും. അപ്പം അപ്പോൾ 7-7 ആയിട്ടുണ്ട്. അടിച്ച് ഇപ്പോൾ ടൈം ഔട്ട് ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ടൈം ഔട്ടായി. ഇനി പെനാൽറ്റി ഉണ്ട്. പെനാൽറ്റി ഷോട്ട്. ഞാൻ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ടൈം ഔട്ടാണ്. പെനാൽറ്റി ഷോട്ടുണ്ട്. ഈ മണ്ട എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അടി സേവ് ചെയ്ത്. ഇനി അടുത്താരും ഞാൻ സേവ് ചെയ്തില്ല. ഫുൾഹാമിന് ഓക്കെ ഞാനാണ്. ഓക്കെ അത് കയറിയിട്ടുണ്ട്. അടുത്ത് ഞാനാണ്. ഞാൻ വരാം. ഓക്കെ അത് തിരി ഞാൻ അടിച്ചത് പോലും ഇല്ല. അതിന് മുന്നേ മാറ്റി കേട്ടാ. അവൻ നോക്കിയാൽ സ്ലോ ആയിട്ട് അവൻ അടിച്ച് അത് അതുപോലെ തന്നെ കയറുകയും ചെയ്ത്. പക്ഷെ എൻ്റെ ഞാൻ എന്തിനാ ഇവിടെ നോക്കിയോണ്ടി. ഞാൻ ഇങ്ങോട്ടടിക്കാം. അടിച്ച് 259 പോയിന്റ് കിട്ടിയിട്ടുണ്ട്.
ഇനി ഞാൻ എടുത്ത അതേ ട്രിക്ക് അവൻ എൻ്റെ കൂടെ എടുക്കും. ഇങ്ങനെ അടിക്കാറ്. അയ്യേ ഞാൻ സേവ് ചെയ്ത്. അയ്യേ ഞാൻ സേവ് ചെയ്ത്. ഓക്കെ, അവർക്ക് നമുക്ക് 3 അവർക്ക് 2 ആയതേ ഉള്ളൂ. എവനും കൂടെ അടിക്കുകയാണെങ്കിൽ അയ്യേ അത് സേവ് ചെയ്ത് കളഞ്ഞ്. അപ്പം ഇതാണ് ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ആണ്. ഇപ്പം എൻ്റെ ആവും കളി. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളാണ് വിജയികൾ, ബൊക്ക ജൂനിയേഴ്സ്. അത് നോക്കിയാണെങ്കിൽ ഞാനാണ് ആ കപ്പ് എടുത്തുയർത്തണണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ്. അപ്പോൾ ശരി ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.